Hello, welcome back to my YouTube channel. Today's video is completely for the student visa holders in Australia. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഇടയ്ക്കാണ് ഞാൻ ഈ ന്യൂസ് ഭയങ്കരമായി സ്പ്രെഡ് ആവുന്നതായിട്ട് ഞാൻ കണ്ടത്. അതിന് മുന്നേ കണ്ടവരുണ്ടെങ്കിൽ ഓക്കെ. അപ്പം ഞാൻ കണ്ടപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻറ്റ് വിസ ഹോൾഡേഴ്സിൻ്റെ വിസ ക്യാൻസൽ ആവുന്നു. അപ്പോൾ റീസെൻ്റായിട്ട് കുറേ പേര് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് ഞാനും ഒന്ന് സെർച്ചൊക്കെ ചെയ്തപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റുഡൻസ് വെക്കേഷൻ ടൈമിൽ നാട്ടിൽ പോയിട്ട് വരിക അല്ലെങ്കിൽ വെക്കേഷൻ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ അവർക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് അവരെ. അതായത് അവരുടെ റാൻഡമായി ക്വസ്റ്റ്യൻ ചോദിക്കുക, അവരുടെ ഫോൺ ചെക്ക് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പം അങ്ങനത്തെ പരിപാടി ചെയ്തതുകൊണ്ട് എങ്ങനെ വിസ ക്യാൻസൽ ആവുന്നു എന്നല്ലേ? അതെന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുന്നവർക്ക് കൃത്യം കുറച്ച് റൂൾസൊക്കെ വിസയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ആ വിസയുടെ റൂൾസ് ഒന്നും നമ്മൾ ബ്രീച്ച് ചെയ്യാൻ പാടില്ല. അതിലൊന്നെന്ന് പറയുന്നതാണ് വർക്കിംഗ് അവേഴ്സാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് 1 വീക്കിൽ 24 hours മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. അതുപോലെ ഫോർട്ട് നൈറ്റിൽ 48 hours അതായിരിക്കും മാക്സിമം ഓഫ് വർക്കിംഗ് അവേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ വിസ ക്യാൻസൽ ആവുന്നു. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ ക്യാൻസൽ ആവുന്നു. അറ്റ് ദാറ്റ് ക്യാൻസലിങ് ദ വിസ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വർക്കിംഗ് അവേഴ്സാണ് അവർ നോക്കുന്ന ഒരു കാര്യം. അതായത് നമ്മൾ വർക്കിംഗ് അവേഴ്സ് നമ്മുടെ വിസ റൂളിനേക്കാൾ വയലേറ്റ് ചെയ്തിട്ട് അതിൽ കൂടുതൽ വർക്ക് ചെയ്തവരുടെ വിസ ക്യാൻസൽ ആയിട്ടുണ്ട്. അതുപോലൊരു കാര്യമാണ് ഇവിടുത്തെ അസൈൻമെൻറ്റ്സ്. അപ്പോൾ അസൈൻമെൻറ്റ്സിനെ പറ്റി നിങ്ങൾക്ക് ഒരുവിധം അറിയാമായിരിക്കും. നമ്മുടെ നാട്ടിലെ അസൈൻമെൻറ്റ് രീതിയല്ല ഇവിടുത്തെ അസൈൻമെൻറ്റ് രീതി. നമുക്ക് നാട്ടിലെ അസൈൻമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കോപ്പി അടിച്ചും ഗൂഗിളിൽ നോക്കിയൊക്കെ എഴുതി വെക്കുമായിരുന്നല്ലോ. ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഗൂഗിളിൽ നോക്കി എഴുതി വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി തോറ്റു പോകും ആ സബ്ജക്റ്റിന്. അപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ കൺട്രിബ്യൂഷൻ ചെയ്ത് മാത്രമേ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് അസൈൻമെൻറ്റ്സ് എങ്കിൽ നമ്മൾ ഗൂഗിളിലും നമുക്ക് എന്തൊക്കെയാണോ അവർ റെഫറൻസ് തന്നിരിക്കുന്നത് അതെല്ലാം നോക്കി പഠിച്ച് നമ്മൾ നമ്മുടേതായ രീതിയിൽ എഴുതാൻ പറ്റും. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ അത് വായിച്ച് മനസ്സിലാക്കി ഓക്കെ ഇതാണ് സംഭവം അല്ലെങ്കിൽ ഇതാണ് സംഭവം എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മുടേതായ സെൻറ്റൻസിലാണ് അസൈൻമെൻറ്റ്സ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ് ഒരുവിധം എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഇതിലും കുറേ പേര് വർക്ക് കൊണ്ടും പിന്നെ അല്ലെങ്കിൽ ടൈം ലൈൻസ് ഉണ്ടല്ലോ, അതായത് ഡ്യൂ ഡേറ്റ്സ് അടുത്തടുത്താവുമ്പോൾ 1, 2, 3, 4 അസൈൻമെൻറ്റ്സ് അറ്റ് എ ടൈമിൽ നമുക്ക് കാണും. അതും ഒരു 3000 വേർഡ്സ് 4000 വേർഡ്സ് ചിലപ്പോൾ 5000 മേ ബി 10,000 അങ്ങനെയൊക്കെ പോവും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്റ്റ്. അപ്പോൾ ആ സമയത്ത് ചിലരൊക്കെ വെളിയിൽ കൊടുത്തിട്ട് ചെയ്യുന്നവരുമുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തത് പിടിക്കുകയാണെങ്കിൽ നമ്മളെ ആ സബ്ജക്റ്റിന് ഫെയിലാക്കാം, അല്ലെങ്കിൽ നമ്മളെ മൊത്തത്തിൽ ആ സെമസ്റ്ററിനെ തോൽപ്പിക്കാം. ഇതുമല്ലെങ്കിൽ നമ്മളെ കോളേജിൽ നിന്ന് തന്നെ ഡിബാർ ചെയ്ത് വിടും. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസ ക്യാൻസൽ ആവും. കാരണം നമ്മുടെ വിസയിൽ പ്രത്യേകം പറയുന്ന കുറച്ച് റൂൾസിൽ ഇതും പെടുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതായത് എയർപോർട്ടിൽ നിന്ന് ചെക്ക് ചെയ്ത ചിലരുടെയൊക്കെ ഫോണിൽ ഇതുപോലുള്ള പേയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടുവെന്നും അത് കണ്ടതിന് ശേഷം അതായത് അസൈൻമെൻറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് തരുന്നു, ഇവരതിന് പേ ചെയ്യുന്നു. അങ്ങനെ കണ്ടവരുടെയും വിസ ക്യാൻസൽ ആയിട്ടുണ്ട്. സോ എന്താ ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെ നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് വെച്ചിട്ടാണോ നമുക്ക് സ്റ്റുഡൻറ്റ് വിസ കിട്ടുന്നത് അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കണ്ടുപിടിച്ചാൽ അറ്റ് ദാറ്റ് മൂമെൻറ്റ് ദേ വർ ക്യാൻസലിങ് ദ വിസ ക്യാൻസൽ ചെയ്താൽ എന്താ നാട്ടിൽ പോകേണ്ടി വരും. ഇത്രയും നാളും മുടക്കിയ കാശിനൊക്കെ ഒരു വിലയില്ലാതെ നാട്ടിൽ പോകേണ്ടി വരും. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എയർപോർട്ടിൽ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് തിരിച്ച് നാട്ടിൽ പോകാനേ പറ്റും. വിസ ഇല്ലാതെ കൺട്രിയിലോട്ട് കയറാൻ പറ്റില്ലല്ലോ. So that's it about the video. If you like this video, please subscribe to my channel, support and like and share. Tata, bye bye.